എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. 2 കേസുകളിലും മുരാരി ബാബുവിന്റെ ഇടപെടൽ വ്യക്തമായ സാഹചര്യത്തിലാണ് തീരുമാനം. അതേസമയം ഇന്ന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കേസിലും കട്ടിളപ്പാളി കേസിലും ബി മുരാരി ബാബു ജാമ്യം തേടിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം തേടിയത്. എന്നാൽ 2ാം പ്രതിയായ മുരാരി ബാബുവിന് കേസന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കരുതെന്ന SIT വാദം പരിഗണിച്ചാണ് കോടതി ജാമ്യം തള്ളിയത്. എ പത്മകുമാറിനെ നാളെ വൈകിട്ട് 5 മണി വരെയാണ് SIT കസ്റ്റഡിയിൽ വിട്ടത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് പത്മകുമാറിനെ പുറത്തിറക്കിയപ്പോൾ കോൺഗ്രസ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. പത്മകുമാറിനെ SIT സംഘം ചോദ്യം ചെയ്യുകയാണ്. അതേസമയം ശബരിമല തന്ത്രിമാരായ കണ്ഠരര് രാജീവരുടെയും മോഹനരുടെയും മൊഴി പ്രത്യേക സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് സ്വർണ്ണപ്പാളിയിൽ അറ്റകുറ്റപ്പണിക്കായി അനുമതി നൽകിയതെന്നാണ് മൊഴി. SIT കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാണ്. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യരായ എത്രയോ പേരുണ്ട്. സ്വാമി ശരണം. മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. 24 തിരുവനന്തപുരം. സ്വകാര്യ ആശുപത്രികൾക്ക് സുപ്രധാന മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. പണമില്ലാത്തതിന്റെ പേരിൽ രോഗികൾക്ക് ചികിത്സ നിഷേധിക്കരുത്. ചികിത്സാ നിരക്ക് ആശുപത്രികളിൽ പ്രദർശിപ്പിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷനും IMAയും നൽകിയ ഹർജി തള്ളിയാണ് കോടതിയുടെ സുപ്രധാന നടപടി. ആരോഗ്യത്തോടെ ജീവിക്കുകയെന്ന ഭരണഘടനാവകാശത്തിന്റെ ഭാഗമാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾക്കായി ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഡോക്ടർമാരുടെ യോഗ്യതാ വിവരങ്ങളും ചികിത്സാ നിരക്കുകളും ആശുപത്രികളുടെ പ്രവേശന ഭാഗത്തും വെബ്സൈറ്റിലും ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ പ്രദർശിപ്പിക്കണം. മുൻകൂർ പണമടയ്ക്കാനില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കരുത്. ചികിത്സ കഴിഞ്ഞ് ആശുപത്രി വിടുമ്പോൾ എക്സ്റേ ഉൾപ്പെടെയുള്ള മുഴുവൻ പരിശോധനാ ഫലങ്ങളും രോഗിക്ക് കൈമാറണം. അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗിക്ക് വിദഗ്ധ ചികിത്സ നൽകി നില ഭദ്രമാക്കണം. ആവശ്യമെങ്കിൽ മറ്റൊരിടത്തേക്ക് വിടാൻ ആശുപത്രികൾ തന്നെ കൃത്യസമയത്ത് മുൻകൈയെടുക്കണം. രോഗികൾക്കായി ആശുപത്രികളിൽ പരാതി പരിഹാര ഡെസ്ക് ഉണ്ടാകണം. ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കണം. പരാതികൾ 7 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം. തീർപ്പാക്കാത്ത പരാതികൾ DMOയ്ക്ക് കൈമാറണം. മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്ത ആശുപത്രികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ചികിത്സാ നിരക്കുകളടക്കം പ്രദർശിപ്പിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായി സ്വകാര്യ ആശുപത്രി ഉടമകളും IMAയും നൽകിയ അപ്പീലുകൾ തള്ളിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ. പണമില്ലാത്തതിന്റെയോ രേഖകളിലെ സാങ്കേതികത്വമോ ചൂണ്ടിക്കാട്ടി ചികിത്സ നിഷേധിക്കരുതെന്നും ഹൈക്കോടതി കൃത്യമായി ഓർമ്മിപ്പിച്ചു. 24 കൊച്ചി. മുനമ്പം ഭൂമി തർക്കത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. അന്തിമ വിധി വരും വരെ മുനമ്പം നിവാസികൾക്ക് കരമടയ്ക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. ഉത്തരവിന് പിന്നാലെ മുനമ്പത്ത് കരം സ്വീകരിച്ചു തുടങ്ങി. ഭരണഘടനാ ദിനത്തിലെ ആശ്വാസവിധിയെന്നാണ് മുനമ്പം സമരസമിതിയുടെ പ്രതികരണം. കേസിൽ അന്തിമവിധി വരുന്നതുവരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഭൂനികുതി സ്വീകരിക്കാമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. മുനമ്പം നിവാസികളുടെ ഭൂനികുതി സ്വീകരിക്കാൻ റവന്യൂ അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട ഹർജിയിലാണ് ജസ്റ്റിസ് C ജയചന്ദ്രന്റെ ഇടക്കാല ഉത്തരവ്. ഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ തീർപ്പാക്കും വരെ ഇടക്കാല ഉത്തരവ് ബാധകമാകും. വസ്തു ഉപയോഗിച്ച് ലോൺ എടുക്കാനും കെട്ടിട പെർമിറ്റ് ലഭിക്കാനുമുള്ള തടസ്സം മാറിയെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ 24നോട്. അവർക്ക് ഈ വസ്തു ഉപയോഗിക്കാനായിട്ടോ കടം വയ്ക്കാനോ അതുപോലെ ബാധ്യതപ്പെടുത്താനോ ഒക്കെ ആയിട്ട് കരം അടച്ച സർട്ടിഫിക്കറ്റ് വേണം. അവർക്കൊരു വലിയ ആശ്വാസമാണ് ഈ കോടതി വിധി. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ കുഴുപ്പള്ളി വില്ലേജ് ഓഫീസിലെത്തി മുൻപം നിവാസികൾ കരമടച്ചു തുടങ്ങി. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള വ്യക്തമായ ഒരു ഉത്തരവ് മേലിലുള്ളതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടിയ ആശ്വാസം. കരമൊടുക്കാമെന്ന ഇടക്കാല ഉത്തരവ് 1.5 വർഷമായി സമരമിരിക്കുന്ന മുനമ്പത്തുകാർക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. റവന്യൂ അവകാശങ്ങൾക്കായി 615 കുടുംബങ്ങളാണ് സമരത്തിലുള്ളത്. 24 കൊച്ചി. പത്തനംതിട്ട കരുമാൻതോട് തൂമ്പാക്കുളത്ത് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 കുട്ടികൾ മരിച്ചു. 7 വയസ്സുകാരിയായ ആദിലക്ഷ്മിയും 4 വയസ്സുകാരൻ യദുകൃഷ്ണയുമാണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് യദുകൃഷ്ണയുടെ മൃതദേഹം കണ്ടെത്തിയത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
കോന്നി കരുമാന്തോട് വാഹനാപകടത്തിൻ്റെ ഞെട്ടലിലാണ് പത്തനംതിട്ട ജില്ല. ഇന്ന് വൈകിട്ട് 3:30 കൂടിയാണ് ഈ ഒരു അപകടമുണ്ടായിരുന്നത്. ഈ അപകടത്തിൽ 2 ജീവനുകളാണ് നിലവിൽ നഷ്ടമായിരിക്കുന്നത്. ആദിലക്ഷ്മി, ഒപ്പം തന്നെ യദുവിൻ്റെ മൃതദേഹം നിലവിൽ കോന്നി മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ്. ആദിലക്ഷ്മിയുടെ മൃതദേഹം നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 2 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെയായിരിക്കും നടക്കുക. ഇന്ന് 3:30 കൂടിയാണ് സ്കൂൾ വിട്ട് ഓട്ടോയിൽ വരികയായിരുന്ന കുട്ടികൾ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത്. അപകട സമയത്ത് 6 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ പറഞ്ഞ 2 പേർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ബാക്കി കുട്ടികൾ പത്തനംതിട്ടയിലും കോട്ടയത്തെയും വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ മറ്റു കുട്ടികളുടെ പരിക്കേറ്റ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്നാണ് ആശുപത്രികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഈ ഓട്ടോ ഓടിച്ച ഡ്രൈവർ രാജേഷ് നിലവിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിനും ഈ അപകടത്തിൽ പരിക്കുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഡ്രൈവർക്കെതിരെയാണ് കേസ്. അശ്രദ്ധമായി ഉൾപ്പെടെ വാഹനം ഓടിച്ചു എന്നതിനെതിരെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും കുട്ടികളുടെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടായിരിക്കും. നാളെ പോസ്റ്റ്മോർട്ടം നടക്കും. നാടിനെ സംബന്ധിച്ച് അത് വലിയ വേദനയുണ്ടായ ഒരു അപകടമാണിത്. ഇപ്പം നമ്മളെങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ? ക്രമീകരണങ്ങൾ ഇപ്പം ഈ 2 ബോഡിയും ഒന്ന് കോന്നി മെഡിക്കൽ കോളേജിലും ഒന്ന് പത്തനംതിട്ട ക്രിസ്ത്യൻ മെഡിക്കലിലും വെച്ചിട്ടുണ്ട്. നാളെ എന്തായാലും പോസ്റ്റ്മോർട്ടം 2 ബോഡിയുടെയും നടത്തും. അതിനുശേഷം തുടർ നടപടികൾ ഇതിനെ രക്ഷിതാക്കളും സ്കൂൾ അധികൃതമായി കൂട്ടായിട്ട് ആലോചിച്ചായിരിക്കും ചെയ്യാൻ കഴിയുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഒരു വലിയ വേദനയാണല്ലോ. 2 കുട്ടികളൊക്കെയാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ ഇത്ര വലിയൊരു അപകടമാവുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ വന്നപ്പോൾ അത് വലിയ രീതിയിലാണ് ഇതാവുന്നത്. പാവപ്പെട്ട കുടുംബവും കാര്യങ്ങളൊക്കെയാണ്. തീർച്ചയായും എൻ്റെ അടക്കമുള്ള പൊതുപ്രവർത്തന രംഗത്ത് ഒരു വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണിത്. കാരണം ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ പരിമിതമായിട്ടാണ് ഞങ്ങളുടെയൊക്കെ അറിവിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങൾ 2 പേർ ഒരേ ടൈമിൽ മരിക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വേദനയും ഞെട്ടലും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണിത്. പ്രത്യേകിച്ച് മലയോര ഗ്രാമം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്നൊരു നാടാണ്. പ്രദേശത്തെ വാർഡ് മെമ്പറാണ് നമ്മോടൊപ്പം ചേർന്ന്. സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് കുടുംബവുമായി കൂടി ആലോചിച്ചായിരിക്കും ചെയ്യുക. നാളെ 2 കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം നടക്കും. ക്യാമറമാൻ സഞ്ജയ് പാലപ്പം, എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നത. രാഹുലിനെ പിന്തുണച്ച കെ സുധാകരന്റെ നിലപാട് കെ മുരളീധരൻ തള്ളി. നേതാക്കളുടെ വ്യത്യസ്താഭിപ്രായങ്ങൾ ചർച്ചയായതോടെ വിശദീകരണവുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തുവന്നു. പാലക്കാട് പ്രചാരണത്തിൽ സജീവമാകുമെന്ന് ആവർത്തിക്കുകയാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ. വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് അതിൻ്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് അവൻ. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ്. ഇന്നലെ കണ്ണൂരിലായിരുന്നു കെ സുധാകരന്റെ ഈ പ്രതികരണം. രാഹുലുമായി നേതാക്കൾ വേദി പങ്കിടരുതെന്ന് സുധാകരന്റെ നിലപാട് തള്ളി കെ മുരളീധരൻ. എന്നാൽ രാഹുലിന് പ്രചാരണത്തിനിറങ്ങുന്നതിന് തടസ്സമില്ല. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷന് അദ്ദേഹത്തിനെ സഹായിച്ച പ്രവർത്തകർ ഇലക്ഷൻ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല. നേതാക്കളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചർച്ചയായതോടെ വിശദീകരണവുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടുമില്ല. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന അവകാശങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. ആ നിലയിലാണ് അദ്ദേഹം ബന്ധപ്പെട്ടത്. സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചരണത്തിന് അവരിപ്പോൾ ഞങ്ങൾക്ക് നിയന്ത്രണമൊന്നും പ്രത്യേകിച്ച് ഏർപ്പെടുത്തിയിട്ടില്ല. വിഷയം ചർച്ചയായതോടെ കെ സുധാകരൻ പ്രതികരണവുമായി എത്തി. അവൻ നന്നാവണം, മാറണം, മനസ്സ് മാറണം, ജീവിതശൈലി മാറ്റണം. പക്ഷേ അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഓരോരാൾക്ക് ഓരോ കൺസെപ്റ്റാണ്. എനിക്ക് എൻ്റെ കൺസെപ്റ്റ്, അവർക്ക് അവരുടെ കൺസെപ്റ്റ്. നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുമ്പോഴും പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണ തിരക്കിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. പയ്യന്നൂർ ബോംബ് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി VK നിഷാദിന് വേണ്ടി പ്രചാരണം സജീവമാക്കി ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അടക്കം പ്രചാരണ രംഗത്ത് സജീവമാണ്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. റഹീസ്, കഴിഞ്ഞ ദിവസം ബോംബാക്രമണ കേസിൽ തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി VK നിഷാദിന് 20 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചിരുന്നത്. ഇപ്പോൾ ഇതേ ആൾക്ക് വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐ
പ്രചാരണം സജീവമാക്കിയിരിക്കുന്നതെന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. എന്താണ് സംഭവിക്കുന്നത്? പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂർ മൊട്ടമ്മൽ വാർഡിൽ നിന്ന്, അതായത് 46-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് VK നിഷാദ്. അപ്പോൾ VK നിഷാദും ഒപ്പം തന്നെ മറ്റൊരു ഡമ്മി സ്ഥാനാർത്ഥി കൂടി ഇവിടെ LDFന് വേണ്ടി പത്രിക നൽകിയിരുന്നു. ഈ ഡമ്മി സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചിട്ടുമില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ഇദ്ദേഹം ജയിച്ചു വന്നാൽ, അതായത് VK നിഷാദിന് ഇപ്പോൾ നിലവിൽ 20 വർഷത്തെ തടവാണ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻ കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ജയിച്ചു വന്നാൽ ഒരുപക്ഷെ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് അയോഗ്യത ഉണ്ടാകും. അതിന് പിന്നാലെ ഈ സ്ഥാനാർത്ഥി മാറ്റുമെന്ന അഭ്യൂഹമൊക്കെ CPM തള്ളി ഇപ്പോൾ പ്രചാരണം കൂടി ശക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഇന്നലെ കോടതി വളപ്പിൽ മുദ്രാവാക്യം മുഴക്കിയായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഇവരെ യാത്രയാക്കിയത് ഈ DYFI പ്രവർത്തകർ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ DYFIയുടെ സ്ക്വാഡ് ഈ പറയുന്ന VK നിഷാദിന് വേണ്ടി മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പയ്യന്നൂർ ബോംബ് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി VK നിഷാദിന് വേണ്ടി പ്രചാരണം സജീവമാക്കുകയാണ് DYFI എന്നുള്ള വാർത്തയാണ് റഹീസ് പങ്കുവച്ചത്. DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അടക്കം പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നിഷാദിന് 20 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. സ്ഥാനാർത്ഥിത്വത്തിന് പ്രശ്നമില്ലാത്തതിനാലാണ് നിഷാദിന് മത്സരിക്കാനാകും, പക്ഷെ ജയിച്ചാൽ അയോഗ്യനാക്കും എന്നുള്ളതാണ്. ഹോങ്കോങ് തീപിടുത്തത്തിൽ മരണം 36ആയി. 279 പേരെ കാണാനില്ല എന്ന് റിപ്പോർട്ട്. ഹോങ്കോങ്ങിലെ തായ്പോ ജില്ലയിലെ ബഹുനില ഫ്ളാറ്റ് സമുച്ചയത്തിന് തീപിടിച്ചത് ഇന്ന് വൈകിട്ടോടെയാണ്. നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. 2000-ഓളം ഫ്ളാറ്റുകളുള്ള ഒരു കെട്ടിട സമുച്ചയത്തിനാണ് തീപിടിച്ചത്. എന്താണ് നിലവിലെ സാഹചര്യം? പ്രവിധ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനസാന്ദ്രതയേറിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലൊന്നാണ് ഇപ്പോൾ ഈ വാങ്ഫു എന്ന് പറയുന്ന തായ്പോ ജില്ലയിലെ ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയം. അവിടെയാണ് ഇന്ന് വൈകിട്ടോടുകൂടി തീപിടുത്തം ഉണ്ടാകുന്നത്. ഏതാണ്ട് 2000-ഓളം ഫ്ലാറ്റുകളുണ്ട് അവിടെ. 8 ബിൽഡിങ്ങുകളിലായി 2000-ഓളം ഫ്ലാറ്റുകളിലാണ് അവിടെ ആളുകൾ തിങ്ങിപ്പാർത്തിരുന്നത്. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനസാന്ദ്രതയേറിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലൊന്നാണ്. അവിടെയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഫ്ലാറ്റിൽ. അതിൻ്റെ ഭാഗമായി ആ നവീകരണ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി ഫ്ലാറ്റുകളോട് ചേർന്ന് വലിയ മുള കൊണ്ടുള്ള വലിയ കമ്പുകൾ കെട്ടി അതിലായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ ആളുകൾ എത്തിയിരുന്നത്. തൊഴിലാളികൾ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ മുളകൾക്കും സമീപത്തുള്ള മരങ്ങൾക്കുമാണ് തീപിടിച്ചത്. ആ തീപിടുത്തം ഇപ്പോൾ ഫ്ളാറ്റുകളിലേക്ക് പടർന്ന് അങ്ങനെ ആ രൂപത്തിലാണ്, വലിയ രൂപത്തിൽ ഒരുപക്ഷെ ഹോങ്കോങ്ങിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തീപിടുത്തമായി മാറുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതിൻ്റെ മുകളിലത്തെ നിലയിൽ 5 മുതൽ 8 വരെയുള്ള നിലകളിലാണ് തീപിടുത്തം അതിരൂക്ഷമായി ബാധിച്ചിട്ടുള്ളത്. അവിടെയുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷ ആളുകളെയും നവീകരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നെയും ഫ്ളാറ്റുകളിൽ ആളുകൾ ശേഷിച്ചിരുന്നു. ഒപ്പം തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഇതിൽ മരണപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലാളികളും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ അഗ്നിശമന സേന അംഗങ്ങളുമാണ്. ആദ്യം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 4 പേരാണ് മരിച്ചിരുന്നത്. അതിൽ ഒരാൾ അഗ്നിശമന സേനാ അംഗമായിരുന്നു. ഇപ്പോൾ ഈ മരണസംഖ്യ കൂടുമ്പോൾ 36ലേക്ക് എത്തുമ്പോൾ തൊഴിലാളികളും അഗ്നിശമന സേനാംഗങ്ങളുമാണ് ഇപ്പോൾ മരണപ്പെട്ടവരിലേറെയും. അവിടെ താമസിച്ചിരുന്ന ആളുകളെ കൂടുതലും ഒഴിപ്പിച്ചിരുന്നത് കൊണ്ട് വലിയ രൂപത്തിലുള്ള അല്ലെങ്കിൽ വലിയ ദുരന്തമായി മാറേണ്ടിയിരുന്ന ഒരു അപകടം, ഒരു തീപിടുത്തം അതിൽ മരണസംഖ്യയിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും 36 പേരുടെ മരണമാണ് ഇപ്പോൾ ഒടുവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 279 പേരെ കാണാനില്ല എന്നുകൂടിയാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വലിയ ദുരന്തമാണ് ഹോങ്കോങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. ഹോങ്കോങ്ങിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തം. ഏതാണ്ട് 2000-ഓളം ഫ്ളാറ്റുകളുണ്ട് അവിടെ. അതിലേറെ ആളുകൾ തിങ്ങിപ്പാർത്തുന്ന പ്രദേശമാണ്. നവീകരണത്തിന്റെ ഭാഗമായി അടച്ചിട്ടുകയും എങ്കിൽ പോലും പല ഫ്ളാറ്റുകളിലും ആളുകളുണ്ടായിരുന്നു, തൊഴിലാളികളുണ്ടായിരുന്നു. ഇവരെയാണ് ഈ അപകടം, ഈ ദുരന്തം വലിയ രൂപത്തിൽ ബാധിച്ചിട്ടുള്ളത്. പ്രവിധ, 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് വേദിയാകും. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് സ്പോർട്സ് ജനറൽ അസംബ്ലിക്ക് ശേഷമായിരുന്നു ഔദ്യോഗിക വേദി പ്രഖ്യാപനം. കോമൺവെൽത്ത് ഗെയിംസിന്റെ ശതാബ്ദി പതിപ്പാണ് അഹമ്മദാബാദിൽ നടക്കുക. 2ാം തവണയാണ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ, കേന്ദ്ര കായിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറി കുണാൽ, ഗുജറാത്ത് കായിക മന്ത്രി ഹർഷ് സാങ്വി എന്നിവർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഗ്ലാസ്ഗോയിലെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടരും. SIR നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ ഹർജിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സത്യവാങ്മൂലം നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. അടുത്ത മാസം 2-ന് ഹർജികൾ വീണ്ടും പരിഗണിക്കും. കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ ഇന്നും വിശദമായ വാദം നടന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യവും BLOമാരുടെ സമ്മർദ്ദവും ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. സംസ്ഥാനത്തെ SIR പ്രക്രിയയിൽ തടസ്സം നേരിടുന്നില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ പറഞ്ഞു. കേരളത്തിന്റെ പ്രശ്നം വ്യത്യസ്തമാണെന്നും
SIR നീട്ടിവെക്കണമെന്നത് മാത്രമാണ് ആവശ്യമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു. ഹർജികളിൽ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തിങ്കളാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. എന്യൂമറേഷൻ ഫോം കൊടുക്കുവാനും അതേപോലെ തന്നെ എന്യൂമറേഷൻ ഫോം തിരിച്ചു മേടിക്കുവാനും ഇത് ഡിജിറ്റലൈസ് ചെയ്യാനുള്ള സമയപരിധി എന്ന് പറയുന്നത് അപ്രാപ്യമാണ്, അസംഭവ്യമാണ് എന്നുള്ളത് ഓഫീസർമാർ തന്നെ പറയുന്ന ഒരു അവസ്ഥയിൽ എന്തുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് കുറച്ചും കൂടി സമയം നീട്ടിക്കൊടുത്തുകൂടാ, പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത്. ഹർജികളിലെ ആവശ്യത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് നിർണായകമാകും. SIRന്റെ ഭാഗമായി 90% ഫോമുകളും വിതരണം ചെയ്തു എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കിയത്. കേരളത്തിന് പുറമെ ബംഗാൾ, തമിഴ്നാട് SIRനെതിരായ ഹർജികളിലും സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി തേടിയിട്ടുണ്ട്. R. അച്യുതൻ, 24, ഡൽഹി. ഇലക്ട്രിക് വയർ നിർമ്മാണ രംഗത്തെ പ്രമുഖരായ അപാർ ഇൻഡസ്ട്രീസ് ഏറ്റവും പുതിയ ഉൽപ്പന്നമായ അപാർ ശക്തി ഗ്രീൻ വയർ കേരളത്തിലെ വിപണിയിൽ ഇറക്കി. കൊച്ചിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അപാർ ഇൻഡസ്ട്രീസ് CEO ശശി അമീൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് സുഭാഷിഷ് ഡേ, ദക്ഷിണേന്ത്യ റീജിയണൽ സെയിൽസ് DGM ഷിബിൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. 100% റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുന്നതും പൂർണ്ണമായും ലെഡ് ഫ്രീയുമാണ് അപാർ ശക്തി ഗ്രീൻ വയറുകൾ എന്ന് CEO പറഞ്ഞു. 1958 അപാർ ഇൻഡസ്ട്രീസ് പ്രവർത്തനം തുടങ്ങിയത്. The distribution transformer or your transmission transformer, with all these transformers, we make oils for that, where we are the market leaders. Besides oil for the transformer, we are making oils for pharmaceutical industry. Whatever ointments, creams, what you use, we supply to all the pharmaceutical company. കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഏർപ്പെടുത്തിയ 2ാം ക്യാബ്സ് സംസ്ഥാന സോഷ്യൽ വർക്ക് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സമഗ്രശ്രേഷ്ഠ പുരസ്കാരത്തിന് ഫാദർ ജെയിംസ് ജോയിയെ തിരഞ്ഞെടുത്തു. ഗുരുശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ സോണി ജോസിനാണ്. യുവശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ വിൻസി എബ്രഹാം ഏറ്റുവാങ്ങും. മറ്റു പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. നവംബർ 28 കണ്ണൂരിൽ നടക്കുന്ന ക്യാബ്സ് സംസ്ഥാന സോഷ്യൽ വർക്ക് പ്രാക്ടീഷണേഴ്സ് കോൺഗ്രസിൽ അവാർഡുകൾ സമ്മാനിക്കും. സാമൂഹ്യ പ്രവർത്തക ദയാബായി ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.